അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. سمعنا فتى يذكرهم يقال له إبراهيم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു സമൂഹത്തിൻ്റെ നട്ടെല്ലായ നെടുന്തൂണായ ഒരു രാജ്യത്തിൻ്റെയും ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഭാവിയെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന യുവസമൂഹം, യുവതലമുറ എന്ന് നമ്മൾ വിളിക്കുന്ന ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ഉണർത്തുവാനായി ഉദ്ദേശിച്ചിട്ടുള്ളത്. യുവത്വം അതെന്തിനു വേണ്ടിയുള്ളതായിരിക്കണമെന്നുള്ളതാണ്. യുവത്വം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിൻ്റെ യുവതലമുറ, യുവത എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചിരിക്കും ആ നാടിൻ്റെയും ആ രാജ്യത്തിൻ്റെയും പുരോഗതിയും വളർച്ചയും എന്നുള്ളതാണ്. യുവതലമുറയുടെ നാശം ഒരു സമൂഹത്തിൻ്റെ നാശത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നാളെയുടെ നായകരെന്ന നിലക്ക്, നാളെ ഒരു കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവരെന്ന നിലക്ക് അവരിലെ വീഴ്ചകളും അവരിലെ കുറവുകളും വരുന്ന തലമുറയെ മുഴുവനായി ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതേപോലെ തന്നെ യുവത്വം എന്ന് പറയുന്നത് അത് വൈകാരികതയുടെ വികാരത്തിന് പലപ്പോഴും അടിമപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് വഴിയിലേക്കും ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി ആ കാലഘട്ടത്തെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്, അദ്ദേഹം നേരിട്ട് നമ്മളോട് ആ സംസാരങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏകദേശം 130 കോടിയിലധികം ജനങ്ങൾ ഇപ്പോഴുണ്ട്. 2025 ആകുമ്പോഴേക്ക് 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ നാട് മാറും. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന അന്നത്തെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷവും വലിയ ഒരു ശതമാനം, 70-80% വരെ ഒരുപക്ഷെ യുവതലമുറയായിരിക്കുമെന്നുള്ളതാണ്. യുവാക്കളായിരിക്കും. അവരുടെ ശരാശരി പ്രായം അങ്ങനെയായിരിക്കും. രാജ്യത്തുള്ള ആളുകളുടെ മുഴുവൻ ശരാശരി പ്രായം യുവത്വത്തിൻ്റെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ രാജ്യം വലിയ ചില പ്രതിസന്ധികൾ അനുഭവിക്കും. അതിനുള്ള കാരണം ആ യുവാക്കളിലെ മഹാഭൂരിപക്ഷവും രാജ്യത്തിനും രാഷ്ട്രത്തിനും നാടിനും സമൂഹത്തിനും വ്യക്തിക്കും ഒരു പ്രയോജനവുമില്ലാത്ത ജീവിതം നയിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അതേ സമയത്ത് വികസിത രാഷ്ട്രങ്ങളെന്ന് നമ്മൾ പറയുന്ന അമേരിക്ക പോലെ, അതല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളെപ്പോലെ, ചൈന പോലുള്ള, ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിലെ വസിക്കുന്ന ജനങ്ങളുടെ ശരാശരി പ്രായമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തത് 20-30 ഇടയിലായിരുന്നുവെങ്കിൽ
അവരുടെയൊക്കെ ശരാശരി പ്രായം അത് 45-നും 55-നും അതല്ലെങ്കിൽ 50-നും 60-നും ഇടയിലായിരിക്കും. മഹാഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ 60-70% വരുന്ന ആളുകളുടെ പ്രായപരിധി എന്നുള്ളതാണ്. അഥവാ നമ്മുടെ രാജ്യം എല്ലാം കൊണ്ടും സമ്പന്നമായിരിക്കും. ഇവിടുത്തെ യുവതലമുറ എന്ന നിലക്ക് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും 20-30 വയസ്സിനിടയിൽ പ്രായമുള്ളവരായിരിക്കും. ആരുടെ മുമ്പിലും എണീറ്റ് നിൽക്കുവാനും നമ്മുടെ കാര്യങ്ങൾ പറയുവാനും കഴിയുന്ന ഒരു അവസ്ഥ നമ്മൾക്കുണ്ടായിരിക്കും. പക്ഷേ വലിയൊരു അപകടം നമ്മെ കാത്തിരിക്കുന്നത് ആ യുവതലമുറയിലെ മഹാഭൂരിപക്ഷവും അധാർമികമായി അല്ലെങ്കിൽ ധാർമ്മികതയില്ലാത്ത, നീതിബോധമില്ലാത്ത, സത്യത്തോട് സ്നേഹമില്ലാത്ത, നന്മയെ സ്നേഹിക്കാത്ത, തെറ്റിൻ്റെയും തിന്മയുടെയും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും വക്താക്കളായി കേവലം വ്യക്തിപരമായ തങ്ങളുടെ ആഗ്രഹങ്ങളുടെയും തങ്ങളുടെ സ്വാർത്ഥതകളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി ജീവിതം ചിലവഴിക്കുന്നവരായിരിക്കും. അവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി തലമുറക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഞാനടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, നേതൃത്വം നൽകുന്ന സംഘടനകൾ ഒരുപക്ഷെ മദ്യശാലകൾക്കെതിരെ പിക്കറ്റിംഗ് നടത്തും, അതല്ലെങ്കിൽ ലഹരി മാഫിയകൾക്കെതിരെ, സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ, പല രൂപത്തിലുള്ള തിന്മകൾക്കെതിരെ റാലി നടത്താറുണ്ട്, പിക്കറ്റിംഗ് നടത്താറുണ്ട്, അതിനെ പ്രതിരോധിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ വളരെ ദയനീയമാണ് ഞങ്ങളുടെ കാര്യം. ലഹരിക്കെതിരെ അല്ലെങ്കിൽ മദ്യശാലകൾക്കെതിരെ റാലി നടത്തിയവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ലഹരികൾ നൽകിക്കൊടുത്ത് അല്ലെങ്കിൽ മദ്യം വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ഞങ്ങളുള്ളത്. അവിടെയാണ് പറയുന്നത് പ്രാവർത്തികമാക്കാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടുള്ള മഹത്തായ ഒരു കൂട്ടായ്മയുടെ പിന്തലമുറ എന്ന നിലക്ക് നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് ഇസ്ലാഹി പ്രവർത്തകർ എന്ന നിലക്ക്, ഇസ്ലാഹിൻ്റെ വഴി ആഗ്രഹിക്കുന്നവരെന്ന നിലക്ക്, നന്മകൾ ആഗ്രഹിക്കുന്നവരെന്ന നിലക്ക് എൻ്റെയും നിങ്ങളുടെയും ബാധ്യത വർദ്ധിക്കുന്നത്. യുവത്വം എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകളാണ്. നോക്കൂ നിങ്ങൾ, ഖലീഫ മഅ്മൂനിൻ്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ദീവാനിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാലയിലേക്ക് അല്ലെങ്കിൽ ലൈബ്രറിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുമ്പോൾ വളരെ ചെറുപ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ചെവിയിൽ ഒരു പേന തിരികെ വെച്ചുകൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖലീഫ അദ്ദേഹത്തോട് ചോദിച്ചു, പത്രേ, നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടി, ഞാൻ ചെയ്യുന്നത്, നീ ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി നൽകിയത്, ഞാൻ താങ്കളെ തിരുത്താനുള്ളവനാണ്, ഞാൻ താങ്കളുടെ ഭാവി നിർണയിക്കുന്നവനാണ്, ഞാൻ താങ്കളുടെ നന്മകളെപ്പറ്റി ലോകത്തെ അറിയിച്ചു കൊടുക്കുന്നവനാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞുവെന്നാണ്. മഹാനായ ഖലീഫ ആ ചെറുപ്പക്കാരനെ വിളിച്ചാദരിക്കുവാനും ഉന്നതമായ പദവി നൽകുവാനും പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. അഥവാ ലോകത്തിൻ്റെ ഒരു ഭരണാധികാരി, തൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരി തൻ്റെ മുമ്പിൽ വരുമ്പോൾ താങ്കളുടെ ഭാവി നിർണയിക്കുന്നവനും താങ്കളുടെ നന്മകൾ അറിയിച്ചു കൊടുക്കുന്നവനും താങ്കളെ തിരുത്തുവാനും ശ്രമിക്കുന്നവനാണ് ഞാനെന്ന്, അങ്ങനത്തെയാളാണ് ഞാനെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ചെറുപ്പമായിരുന്നു ഇന്നലകളിൽ. അത്തരം യുവത്വത്തിൻ്റെ ആളുകൾക്ക് ഒരുപാട് നന്മകൾ ലോകത്ത് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത ചെറുപ്പമുണ്ട്. നമുക്ക് സംസാരിക്കാം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന യുവത്വത്തെ പറ്റിയുള്ള വാചകങ്ങളുണ്ട്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജനിച്ചു വീണത് വിഗ്രഹം കച്ചവടം ചെയ്യുന്ന പിതാവിൻ്റെ മകനായി വിഗ്രഹാരാധകരായ സമൂഹത്തിനിടയിലാണ്. ആ ആരാധന, സൃഷ്ടാവിന് ഉള്ള ആരാധന മറ്റുള്ളവരിലേക്ക് തിരിച്ചു കളയുന്ന പാപമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിനെതിരെ ശബ്ദിക്കുകയാണ്. സ്വന്തം പിതാവിനോട് പറയുന്നുണ്ട്, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. പിതാവ് അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ നാട്ടിലെ രാജാവിനോട് പറയാൻ പരിശ്രമിക്കുന്നുണ്ട്. അവരെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുമിച്ചുകൂടി അവിടെ സംസാരങ്ങൾക്കിടയിൽ അവരുടെ വാചകങ്ങളിൽ തന്നെ കടന്നു വന്നത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്, സമിഅനാ ഫതൻ
യുഖാലു ലഹു യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഒരു ചെറുപ്പക്കാരനെ പറ്റി കേട്ടിട്ടുണ്ട്, ഒരു യുവാവാണവൻ എന്നാണ് സൂറത്ത് അംബിയായിൽ 60-ാമത്തെ വാചകം സൂചിപ്പിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ചെറുപ്പക്കാരനാണ് ഒരു സമൂഹത്തെ തിരുത്തുവാനുള്ള അവരുടെ തെറ്റുകൾക്കെതിരെ അരുതെന്ന് പറയുന്ന പരിശ്രമം നടത്തിയതെന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വയോവൃദ്ധനായ സമയത്ത് അദ്ദേഹത്തിനെ സഹായിക്കുന്ന മകൻ ഇസ്മായിലിന്റെ ചരിത്രവും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതേ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ വേറെയും ചില ചെറുപ്പങ്ങളെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന് വഹീ നൽകിയത്, ദിവ്യ സന്ദേശം നൽകുവാനുള്ള സന്ദർഭം ആരംഭിച്ചത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത് ഫലമ്മ ബലഗ അശുദ്ധ, അദ്ദേഹത്തിന് ആ യുവത്വത്തിന്റെ പ്രായത്തിലേക്ക് എത്തി എന്നാണ് മുഫസ്സിറുകൾ ആ നിലക്ക് അവിടെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഫിർഔൻ എന്ന് പറയുന്ന അക്രമകാരിയായ ഭരണാധികാരികളുടെ നാട്ടിൽ നിന്നും ഒരു ചെറിയ പിഴവ് കൊണ്ട് നാടുവിടേണ്ടി വന്ന് പിന്നെ അദ്ദേഹത്തിന് തിരികെ എത്തേണ്ടി വന്ന കാലഘട്ടവും അവിടെ തിരുത്തലുകളുടെ ശക്തിയായി ശബ്ദമായി നിലകൊള്ളുവാൻ മൂസ എന്ന് പറയുന്ന അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ എന്ന ചെറുപ്പക്കാരൻ യുവാവായിരുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകാനുള്ള എല്ലാ വഴിയും മാർഗങ്ങളും തൻ്റെ മുമ്പിലുണ്ടായി. സുന്ദരിയായ സ്ത്രീ പ്രലോഭനവുമായി കടന്നു വന്ന ഘട്ടത്തിലും ഇല്ല, ഞാൻ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞതും ആ നാടിന്റെ നന്മക്കും വികസനത്തിനു വേണ്ടി നിന്നുകൊണ്ട് ആ നാടിന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മയുടെ നീതിയുടെ വക്താവായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. തീർന്നിട്ടില്ല. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അവരൊക്കെ ചെറുപ്പക്കാരായിരുന്നു, ചെറുപ്പത്തിന്റെ ആളുകളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിയ ആളുകളെ പറ്റി വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ 83-ാമത്തെ വാചകം ഇങ്ങനെയാണ്: മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ദുര്രിയത്ത് അല്പം ചില ആളുകളല്ലാതെ വിശ്വസിച്ചില്ല എന്നാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നുണ്ട്, വഹാഉലൈ ഹുമുശ് ശബാബ് ലിഅന്ന സുന്നത്തല്ലാഹി ഫിദ്ദഅവ ബദ മിൻ നൂഹി ഇലാ അൻ യരിസല്ലാഹുൽ അർള വമൻ അലൈഹാ ഇന്നമൽ ലദീന യഹ്മിലൂന ഹമ്മഹാ ഹുമുശ് ശബാബ്. തീർച്ചയായും അതൊരു ചെറുപ്പക്കാരായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെയും നന്മയുടെ സന്ദേശനത്തിന്റെയും വാഹകരായി കടന്നു വന്നിട്ടുള്ളവർ ചെറുപ്പമായിരുന്നു. അതിന്റെ യാതനകളും വേദനകളും ഏറ്റെടുക്കുവാൻ ധൈര്യമുള്ളവർ യുവാക്കളായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച, അതിലെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അഹ്ലു കഹ്ഫിന്റെ ഗുഹാവാസികളുടെ സംഭവമുണ്ടോ വിശുദ്ധ ഖുർആന്റെ സൂറത്ത് കഹ്ഫ് പഠിപ്പിക്കുന്നുണ്ട്. ആ സൂറത്ത് കഹ്ഫിൽ പഠിപ്പിക്കുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ചാണ്. ഇന്നഹും ഫിത്തിയ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ, സൂറത്ത് കഹ്ഫിലെ 13-ാമത്തെ വാചകമാണ്. ആരാണവർ? ഇന്നഹും ഫിത്തിയ, ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. ദക്കിയാനൂസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, അക്രമകാരിയായ ഭരണാധികാരി, താൻ തന്നെയാണ് ദൈവമെന്ന് വാദിച്ച, അതില് പിന്തുടർന്ന ആ രാജാവിന്റെ കൽപ്പന സ്വീകരിച്ച് അവനടിമ വേല ചെയ്തുകൊണ്ട് അവന് കീഴൊതുങ്ങിക്കൊണ്ട് ഏകനായ സൃഷ്ടാവിന് അംഗീകരിച്ച് നൽകേണ്ട പലതിൽ നിന്നും പിന്തിരിഞ്ഞ സമൂഹത്തിന് മുമ്പിൽ എണീറ്റ് നിന്നുകൊണ്ട് അരുതെന്ന് പറഞ്ഞവർ, അത് ശരിയല്ലെന്ന് പറഞ്ഞവർ, അത് തെറ്റാണെന്ന് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തവർ, എന്നിട്ട് തങ്ങളുടെ സമൂഹത്തെ നന്നാക്കാൻ കഴിയുന്നില്ല, ആ തെറ്റാണെന്ന് അവരംഗീകരിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല, സ്വാഭാവികമായും തങ്ങളെ ആക്രമിക്കുമെന്നു എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴിയും മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഗുഹയിൽ പോയി അഭയം തേടിയ അഹ്ലുൽ കഹ്ഫിന്റെ ചരിത്രവും നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. ആ അഹ്ലുൽ കഹ്ഫ് തന്റെ സമൂഹത്തിലെ താനടങ്ങുന്ന, തന്റെ രാജാവടങ്ങുന്ന, തന്റെ കുടുംബക്കാരടങ്ങുന്ന, വീട്ടുകാരടങ്ങുന്ന മുഴുവൻ ആളുകളും തങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് തങ്ങൾ ഏകനായ ഇലാഹിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കിയ തൗഹീദിന്റെ വഴി, ആ നന്മയുടെ മാർഗം തങ്ങളുടെ പ്രിയപ്പെട്ടവർ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ നിന്നും അവരെ ഉപദേശിച്ചിട്ട് ഫലമില്ല എന്ന് കണ്ട് ആ തെറ്റായ കൂട്ടത്തിൽ നിന്നും ആ തെറ്റിന്റെ വക്താക്കളിൽ നിന്നും അകന്നുപോയ അഹ്ലുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ അഹ്ലുൽ കഹ്ഫ് ചെറുപ്പക്കാരായിരുന്നു എന്നാണ്. തങ്ങൾ സ്വീകരിച്ച ആദർശത്തെയും ആശയത്തിന്റെയും പേരിൽ അവർക്ക്
അതിൻ്റെ പേരിൽ പ്രതാപം നടിച്ചിട്ടുള്ളവർ, അതിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പേരിൽ തങ്ങൾ സ്വീകരിച്ച ആശയത്തിലേക്കും ആദർശത്തിലേക്കും ആളുകളെ ക്ഷണിക്കുന്നതിൻ്റെ പേരിൽ അത് ഇസ്സത്തിന്റെ മാർഗമായി തിരിച്ചറിഞ്ഞിട്ടുള്ളവർ, അതിനുവേണ്ടി റബ്ബിനോട് ഇസ്തിആനത്ത് സഹായം ചോദിച്ചതിന്റെ ആളുകൾ, ആ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളവർ, അതുപോലെ തന്നെ അവരെ നന്നാക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവിടം വിട്ടുപോയി നന്മയുടെ മാർഗത്തിലേക്ക് അഹ്ലുൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അത്തരം ആളുകൾ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, അന്നഹും ഫിത്തിയ വഹും ഷബാബ്, അവർ യുവാക്കളാണ്, അവർ ചെറുപ്പക്കാരാണ്, അവരാണ് സത്യം സ്വീകരിക്കുവാൻ ഏറ്റവും അവകാശപ്പെട്ടവർ. നന്മയുടെ മാർഗത്തിലേക്ക്, വഴിതെറ്റുന്ന മാർഗങ്ങളിൽ നിന്ന് നന്മയുടെ മാർഗത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നവരവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആ വാചകത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. അഥവാ ചരിത്രത്തിലെ ഇതിഹാസങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത്, അത്ഭുതകരമായ സംഭവങ്ങൾക്ക് മുമ്പിൽ നിന്നത്, ചരിത്രം തന്നെ തിരുത്തിയ, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ നടപടിക്രമങ്ങൾക്ക് മാറ്റങ്ങൾക്ക് മുന്നിൽ നിന്നത് ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായിരുന്നു, വീര ഇതിഹാസങ്ങൾ രചിച്ചവർ അവരായിരുന്നു. നന്മയുടെ മാർഗത്തിൽ അടിയുറച്ചു നിന്നത് അവർക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിരുന്നു. സ്വീകരിച്ച നന്മയുടെ സത്യത്തിന്റെ ആശയത്തിൽ നിലകൊണ്ടപ്പോൾ സമൂഹവും രാജ്യവും നാടും മുഴുവനും എതിരായിട്ടും അവർക്ക് ആ സത്യത്തിന്റെ മാർഗത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞതാണ് ഇന്നലെകളിലെ ലോക ചരിത്രം പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോഴും ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരുടെ ഒക്കെ പ്രായം എങ്ങനെയായിരുന്നു നോക്കൂ നിങ്ങൾ. മഹാനായ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം, അദ്ദേഹം ഈ പ്രവാചകന്റെ ആദ്യത്തെ പ്രവാചകത്വ നിയോഗത്തിന്റെ ആ കാലഘട്ടത്തിൽ വെറും 37 വയസ്സ് മാത്രമായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 27 വയസ്സ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 40ന്റെയും 45ന്റെയും ഇടയിലായിരുന്നു എന്നുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 10 വയസ്സും അലി അതിനിടയിൽ 20ന്റെയും ഇടയിലുള്ള സമയങ്ങളിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത് എന്നാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരായ സ്വഹാബിമാരുണ്ടോ? ത്വൽഹ ബിൻ ഉബൈദില്ല, അദ്ദേഹം 14ാമത്തെ വയസ്സിലായിരുന്നു. മഹാനായ സുബൈർ ബിൻ അവ്വാം 16ാമത്തെ വയസ്സിലായിരുന്നു. സഅദ് ബിൻ അബി വഖാസ് 17ാമത്തെ വയസ്സിലായിരുന്നു. സഈദ് ബിൻ സെയ്ദ് അദ്ദേഹം 15ാമത്തെ വയസ്സിലായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം 27ാമത്തെ വയസ്സിലായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 30 വയസ്സ് അദ്ദേഹത്തിന് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൗത്യത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നാണ്. 15 വയസ്സിനും 45നും ഇടയിലുള്ള പ്രായങ്ങൾക്കിടയിലായിരുന്നു അവരാണ് ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ചത്. നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഹിജ്റ പോകുന്ന പാലായനം ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. പാലായനം ചെയ്യുമ്പോൾ അദ്ദേഹം മക്കയിൽ നിന്ന് പോയി മദീനയിലേക്ക് പോകുന്ന വഴിയിൽ പ്രവേശിക്കുന്നതിന് പകരം മറുവശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം സൗർ എന്ന ഗുഹയിൽ അഭയം തേടിയ ചരിത്രമുണ്ട്. സൗർ എന്ന ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അന്ന് ശത്രുക്കൾ ആ മലയുടെ മുകളിൽ വന്ന് മലയുടെ മുകളിൽ കാലുവെച്ച് അവരുടെ കാലടിയുടെ ഭാഗം, കാൽപാദത്തിന്റെ ഭാഗം ഗുഹയുടെ വിടവിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട് അവർ താഴേക്ക് നോക്കിയാൽ പ്രവാചകനെയും അനുയായിയെയും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരമൊരു ഘട്ടത്തിലും ആരാണ് നമ്മൾക്ക് രക്ഷയുണ്ടാവുക? അള്ളയുണ്ട് എന്ന്, മൂന്നാമതായി അള്ളയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു ഘട്ടത്തിൽ ചരിത്രത്തിൽ ഒരുപക്ഷെ ശത്രുക്കൾ താഴേക്ക് നോക്കിയാൽ അന്ന് ഇസ്ലാമിക വ്യാപനത്തെയും ഇസ്ലാമിനെയും നശിപ്പിക്കുവാൻ കഴിയുമായിരുന്ന ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവിടെ ഇരിക്കുമ്പോൾ സഹായവുമായി കടന്നു വന്ന ചില നാമങ്ങൾ നമ്മൾ വായിക്കാതെ പോകരുത്. ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അലി ഇബ്നു അബീ ത്വാലിബ് 25 വയസ്സിന് താഴെയുള്ള സമയത്ത്, അതല്ലെങ്കിൽ 20കളുടെ വയസ്സുകളുടെ ഇടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ പോയി കിടന്ന് ശത്രുക്കളുടെ ആക്രമണത്തെ സ്വീകരിക്കുവാൻ മനസ്സ് കാണിച്ച ചെറുപ്പക്കാരനെ നമ്മൾ വായിക്കേണ്ടതുണ്ട്, യുവാവിനെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മക്കയിൽ നടക്കുന്ന വിവരങ്ങൾ മുഴുവൻ, ചർച്ചകൾ മുഴുവൻ ശേഖരിച്ച് സ്വകാര്യമായി അത് കൈമാറിയ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹം ചെറുപ്രായത്തിലായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ തീർന്നിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണവുമായി കടന്നു ചെന്നത് 8 മാസം ഗർഭത്തിലുള്ള കുഞ്ഞുമായി സഞ്ചരിച്ച അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയും യുവത്വത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അവർ നടന്നു പോകുന്ന വഴികളിലൂടെ അവരുടെ കാൽപാദങ്ങളുടെ അത് മായ്ച്ചു കൊടുത്ത ആമിർ ബിൻ ഫുഹൈറയും യുവത്വത്തിന്റെ കാലഘട്ടമായിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. അഥവാ യുവാക്കളാണ് അത്ഭുതകരമായ വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ സുരക്ഷയുടെ വഴിയൊരുക്കിയത് എന്നുള്ളതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന തങ്കലിപികളാൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്, യുദ്ധത്തിന്റെ ഘട്ടങ്ങളിലുണ്ട്. അവിടെയെല്ലാം ചെറുപ്പക്കാരുടെ നാമങ്ങൾ വായിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അഥവാ ഒരു രാജ്യത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും തിരുത്തലുകൾക്ക് അവരെ നന്മയിലൂടെ കൊണ്ടുപോകുവാൻ അവിടെയുള്ള യുവത്വത്തിന് കഴിയുമെന്നുള്ളതാണ് ഇന്നലെ വരെയുള്ള ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഏത് നാടിൻ്റെയും പുരോഗതിയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ചില ചെറുപ്പക്കാരുടെ സാന്നിധ്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പഠനരംഗത്ത്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപന രംഗത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ നടത്തിയ മാറ്റങ്ങളെ സംബന്ധിച്ച് ഹദീസുകൾ നമ്മൾക്ക് വിശദീകരിക്കാം. ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷിക്കേണ്ടത്, കടന്നു വരേണ്ടത് ചില ചെറുപ്പക്കാരെയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ 4 പേരുണ്ട്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ സാലിം മൗല അബി ഹുദൈഫയാണ്, ഉബയ്യ് ഇബ്നു കഅബാണ്, മുആദ് ഇബ്നു ജബലാണ്. ഈ 4 സ്വഹാബിമാരും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ 4 സ്വഹാബിമാരുടെയും വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ, അദ്ദേഹം മരിക്കുന്നത് അംവാസിലെ പ്ലേഗ് രോഗം വന്നുകൊണ്ടാണ്. 38ാമത്തെ വയസ്സിലെന്നാണ്. 35ആണെന്നും റിവായത്തുണ്ട്. 35ആണെങ്കിലും 38ആണെങ്കിലും ഹിജറ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം അപ്പോൾ 20 വയസ്സായിരിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇനി 35ആണെങ്കിൽ 17 വയസ്സായിരിക്കും. 17നോ 20 വയസ്സിനും ഇടയിലുള്ള മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു ആണ് എന്റെ സമൂഹത്തിലെ വലിയ പണ്ഡിതനെന്ന്, ഹറാമും ഹലാലും ഏറ്റവും കൂടുതൽ അറിയുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്വ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ആളുകൾ മുഴുവനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കൂടിച്ചിരുന്നു കൊണ്ടാണ് മുതിർന്ന സഹാബത്ത് പോലും പല വിഷയങ്ങളിലും അഭിപ്രായം ചോദിച്ചിരുന്നതെന്ന് നമ്മൾക്ക് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ അധ്യാപകൻ എന്ന നിലക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമീപിക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഖുർആൻ ഓതി കേൾപ്പിച്ച് താങ്കൾക്ക് ഇറങ്ങിയ ഖുർആൻ ഞാൻ എങ്ങനെ ഓതി തരണം എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ അതിന് അവകാശപ്പെട്ടവരാണെന്ന് പഠിപ്പിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഇതേപോലെ മറ്റു സഹാബിമാരുടെയും ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആകട്ടെ, സാലിം മൗല അബൂ ഹുദൈഫയുടെ മൗലയായിട്ടുള്ള സാലിം ആവട്ടെ, ഒക്കെ ഇത്തരത്തിൽ ജീവിതം കൊണ്ട് അത്ഭുതം രേഖപ്പെടുത്തിയവരാണ്. ഒരുപാട് ചെറുപ്പക്കാരെ പറ്റി നമുക്കങ്ങനെ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അത്ഭുതങ്ങൾ അവരൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവർ ഇത്തരം ചെറുപ്പത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാതെ മുന്നോട്ട് നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയില്ല. ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് നിങ്ങളുടെ യുവത്വമാണ്. ആ യുവത്വത്തെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ യുവത്വം നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ നിന്റെ യുവത്വത്തെ നീ ഉപയോഗിക്കുക. നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക. അത് ചെയ്യണമെന്ന്, നിർവഹിക്കണമെന്ന് ഇസ്ലാമിക കൽപ്പനയുണ്ട്. അതോടൊപ്പം തന്നെ ചെറുപ്പത്തെപ്പറ്റി നിങ്ങളുടെ യുവത്വത്തെ പറ്റി ചോദ്യം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ
നിങ്ങളതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ നന്മയിലൂടെ ജീവിച്ചവന് നാളെ അള്ളാഹു തണൽ നൽകുന്ന 7 വിഭാഗങ്ങളിൽ ഒരാളാണ് എന്നാണ്. ഒരു പെണ്ണ് തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇല്ല എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന യുവാവ്, ചെറുപ്പക്കാരൻ, നാളെ റബ്ബ് സുബ്ഹാനഹു തആല പരലോകത്ത് വെച്ചുകൊണ്ട് അവന്റെ സിംഹാസനത്തിന് തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒരാളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുവത്വം അത് നന്മയുടേതായിരിക്കണം. യുവത്വം അത് തെറ്റുകൾ തിരുത്താൻ കഴിയുന്നതായിരിക്കണം. ആ യുവത്വം അത് ചരിത്രം രേഖപ്പെടുത്താനുള്ളതായിരിക്കും. ആ യുവത്വം, നമ്മുടെയൊക്കെ യുവത്വം നന്മയുടെ മാർഗത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്നതായിരിക്കണം. എന്നാൽ ഇന്നത്തെ ചെറുപ്പം എന്ന് പറയുന്നത്, ഇന്നത്തെ യുവത്വം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ആധുനിക ഈ കാലഘട്ടത്തിൽ, ഇത്തരമൊരു കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള, ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള, മോശപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഡിക്റ്റായിട്ടുള്ള, സാമ്പത്തിക രംഗത്തെ കൃത്രിമത്വങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ തരികിടകൾക്കും പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന, നാട്ടിൽ നടക്കുന്ന തിന്മകളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന, പരസ്പരം വെട്ടിക്കുത്തി കൊലപ്പെടുത്തുന്നവരിൽ, കൊട്ടേഷൻ സംഘങ്ങളായി മാറിത്തീരുന്നതിൽ, ലഹരി മാഫിയകളായി മാറിത്തീരുന്നതിൽ, സാമ്പത്തിക തട്ടിപ്പുകളിൽ, കുടുംബരംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ, രക്ഷിതാക്കളെ കൊലപ്പെടുത്തുന്നവരിൽ, അതല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളൊക്കെ തെരഞ്ഞെടുത്ത് ബലാത്സംഗം ചെയ്യുന്നവരിൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും അനുയായികളായി ഇന്നത്തെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എൻ്റെ സമയവും എൻ്റെ യുവത്വവും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞാൻ അതെവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഏത് തെറ്റിനെ തിരുത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്? ഏത് നന്മയിലേക്ക് വഴി കാണിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്? ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ട അത്ഭുതങ്ങളിൽ, സമൂഹത്തിന്റെ സമൂലമായ മാറ്റങ്ങൾക്ക് മുന്നിൽ നിന്നവരിൽ ഏതെങ്കിലുമൊക്കെ ഒരു യുവാവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എൻ്റെ യുവത്വത്തിന്റെ കാലഘട്ടം ഞാൻ എങ്ങനെയാണ്, എന്താണ് തിരുത്തി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നാട്ടിൽ നടക്കുന്ന തെറ്റുകളുടെ കൂടെ സഹചാരിയായി പോകുവാൻ കഴിയും. തിരുത്തലിന്റെ ശക്തിയായി നിലകൊള്ളുവാനാണ് പ്രയാസങ്ങൾ വേണ്ടി വരിക, പരിശ്രമങ്ങൾ വേണ്ടി വരിക. ഒഴുകുന്ന വെള്ളത്തിന്റെ കൂടെ ഒഴുകുവാൻ ഒരു അധ്വാനത്തിന്റെയും ആവശ്യമില്ല. ഒഴുക്കിനെതിരെ നീന്തേണ്ടതുണ്ട്. നാടോടുമ്പോൾ ആ നാടോടുന്നത് തെറ്റിന്റെ വഴിയിലൂടെയാണെങ്കിൽ അതിനെ തടയുവാനും, ആ ഒഴുക്കിനെ തടയാനും, ആ ഓട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുവാനും, അത് ശരിയല്ലെന്ന് പറയാനുമാണ് യുവതലമുറയുണ്ടാവേണ്ടത്. ചെയ്യുന്ന തെറ്റേതാരായാലും, പിതാവായാലും മാതാവായാലും സഹോദരങ്ങളായാലും അയൽപ്പക്കമുള്ളവരായാലും സുഹൃത്തായാലും തന്നേക്കാൾ മുതിർന്നവനായാലും തൻ്റെ താഴെയുള്ളവരായാലും അധ്യാപകരായാലും തെറ്റാണെന്ന് മനസ്സിലാക്കിയ കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുവാനും, ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാനും, ശരിയായ കാര്യങ്ങളിലേക്ക് വഴി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനാണ് ചെറുപ്പക്കാർ തയ്യാറാവേണ്ടത്, യുവതലമുറ തയ്യാറാവേണ്ടത്. അതിനപ്പുറത്ത് ഭൗതികമായ തൻ്റെ ലാഭനഷ്ടങ്ങളും കട്ടപ്പാടുകളും ദുരിതങ്ങളും അതല്ലെങ്കിൽ തൻ്റെതായ പ്രത്യേകമായ എന്തെങ്കിലും താല്പര്യങ്ങളും മോഹങ്ങളും വെച്ചുകൊണ്ട്, അത്തരം മോഹങ്ങളെ കൊണ്ട് അതിനെ അടിമപ്പെട്ടുകൊണ്ട് പ്രകോപനങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് അതിന് വശംവദരായിക്കൊണ്ട് തെറ്റിതിരുത്തുവാൻ മടി കാണിച്ചുകൊണ്ട്, തിന്മയെ തിരുത്താൻ മടി കാണിച്ചുകൊണ്ട്, അധർമ്മങ്ങൾക്കും അനീതികൾക്കും അസത്യങ്ങൾക്കുമെതിരെ ശബ്ദിക്കുവാൻ മടി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവതലമുറയായി ഇന്നിൻ്റെ തലമുറയെ മാറുന്നുവെങ്കിൽ നാം ഓർക്കുക രേഖപ്പെടുത്തപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തരായ ആളുകളുടെ കൂട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തരായ ഒരുപാട് യുവാക്കളെ പറ്റി ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, സുമുഖനായ മക്കയിലെ ആ ചെറുപ്പക്കാരനാണ് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്നതിന് മുമ്പ് അവിടേക്ക് യാത്ര ചെയ്തു വന്ന് മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു. ഓരോ വീടുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തും മുമ്പ് ഇസ്ലാമിനെ സ്വീകരിക്കുകയോ ഇസ്ലാമിക ആശയത്തോട് ഇഷ്ടമുള്ളതോ ആയ ഒരാളെയെങ്കിലും സൃഷ്ടിക്കുവാൻ കാരണമായ പ്രവർത്തനം ചെയ്തത് എന്നാണ്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി മിസ്അബ് റളിയല്ലാഹു അൻഹു കാണാൻ ചെല്ലുന്ന ഒരു ഘട്ടമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഖത്ത് നോക്കാൻ കഴിയാത്ത, ശരീരം ക്ഷീണിച്ച, ശരീരത്തിലെ സൗന്ദര്യം നഷ്ടപ്പെട്ട, പ്രശോഭിച്ച മുഖത്തിന്റെ വ്യക്തിയായിരുന്ന, എല്ലാ സമയവും
അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനും ഒരുമിച്ച് കൂടിയിരുന്ന അത്രത്തോളം എല്ലാ നിലക്കും സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്ന മിസ്അബ് ബിൻ ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി തല താഴ്ത്തി കരഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ? ആ മിസ്അബ് ബിൻ ഉമൈർ രചിച്ച ഒരത്ഭുതമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടക്കമുള്ള സ്വഹാബിമാർക്ക് മദീനയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള മുഹാജിറുകളായ സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ സ്വീകരിക്കുവാൻ ഹൃദയവിശാലതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിന്ന മിസ്അബ് ബിൻ ഉമൈറുമാനാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. ആ കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് ഉത്തരം നൽകുവാൻ തന്റെ വീടും നാടും കുടുംബവും വിട്ടുപോകേണ്ടി വന്നാലും സമൂഹം മുഴുവനും പ്രതിസന്ധികൾ തീർത്താനും അധികാര കസേരകൾ ഇരിക്കുന്നവർ ആക്രമിക്കാൻ വേണ്ടി വന്നാലും ഞാൻ നന്മയുടെ വക്താവായി കൊണ്ട് തന്നെ തുടരും എന്റെ ജീവിതാന്ത്യം വരെ എന്ന് തീരുമാനിക്കുന്ന മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ. ആ മിസ്അബ് ബിൻ ഉമൈറിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വന്നവനായിരുന്നു മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തിനെയാണ് അദ്ദേഹം മിസ്അബിനെ കൊലപ്പെടുത്തുവാനായി പറഞ്ഞുവിടുന്നത്. പറഞ്ഞുവിട്ട സുഹൃത്ത് പോയി ഇസ്ലാം സ്വീകരിച്ചത് വന്നത് കണ്ടപ്പോൾ നിന്നെയും അവനെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 29-ാമത്തെയോ 28-ാമത്തെയോ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് 5 വർഷം മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് 34-ാമത്തെയോ 35-ാമത്തെയോ വയസ്സിനിടയിലായി ഈ ലോകത്തോട് വിടചൊല്ലേണ്ടി വന്ന് 5 വർഷം മാത്രം ജീവിച്ച് 5 പതിറ്റാണ്ടിന്റെ ചരിത്രകരമായ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയ ബദർ യുദ്ധം നടക്കും മുമ്പ് ശത്രുക്കളെ മക്കയിൽ പോയി വെല്ലുവിളിച്ച ബദർ യുദ്ധത്തിലേക്ക് നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ സഹായം ആവശ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നബിയെ മുന്നിൽ കാണിച്ചു തന്ന തടാകത്തിൽ മുങ്ങി താഴാൻ പറഞ്ഞാലും അത് അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് പ്രവാചകന് ശക്തി കൊടുത്തിട്ടുള്ള ബനൂ നദീർ എന്ന് പറഞ്ഞ യഹൂദ ഗോത്രങ്ങൾക്കെതിരെ തീരുമാനം പ്രഖ്യാപിച്ച തീരുമാനത്തെ അറിയിച്ചു കൊടുത്ത ആ അഭിപ്രായത്തിന് യോജിച്ചാണ് വിശുദ്ധ ഖുർആന്റെ സൂറത്തു ഹശ്ർ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ്. ആ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചരിത്രത്തിൽ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുള്ള സ്വഹാബിമാർ ഖന്ദഖ് യുദ്ധവേളയിൽ ശത്രുപക്ഷത്തു നിന്നേറ്റ വെട്ടേറ്റ് മുറിവ് പറ്റി വീണ് ആ മുറിവ് വ്രണപ്പെട്ടുകൊണ്ട് ആ ലോകത്തോട് വിടയല്ലേ വേണ്ടി വന്ന പിടഞ്ഞു മരിക്കേണ്ടി വന്ന സഅദിനെ പോലെയുള്ളവർ അള്ളാന്റെ റസൂൽ താങ്ങിപ്പിടിച്ച് അല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത നൽകിയ ആകാശത്ത് നിന്ന് മാലാകമാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് സഅദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചെറുപ്പക്കാർ സമൂഹത്ത് നൽകിയിട്ടുള്ള സേവനങ്ങളുണ്ട്, നാട് നൽകിയിട്ടുള്ള സേവനങ്ങളുണ്ട്. തങ്ങൾ ഉരുകിത്തീർന്നത് തങ്ങളുടെ ജീവിതം ആ കാലഘട്ടം ലഭിച്ച കാലഘട്ടം നന്മയുടെ മാർഗത്തിലായിരുന്നുവെന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അത്തരം ചെറുപ്പക്കാരെയാണ് കാലഘട്ടം ഇന്നും ആവശ്യപ്പെടുന്നത്. അവിടേക്കാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. തിരുത്തലുകളുടെ ശക്തിയായി നമ്മൾ മാറണം. തിരുത്തിക്കൊടുക്കേണ്ടത് തിരുത്തിക്കൊടുക്കണം, തിരുത്തിക്കേണ്ടത് തിരുത്തിക്കണം. സ്വന്തം ജീവിതത്തിൽ തിരുത്താനുള്ളത് തിരുത്തുവാനുള്ള പരിശ്രമം ഉണ്ടാവണം. വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നിടത്ത്, ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നാം സ്വീകരിച്ചിട്ടുള്ള ആശയവും ആദർശവുമാണ് സത്യമെന്നും അതാണ് സ്വർഗപ്രവേശനത്തിന് നമുക്ക് സാധ്യമാവുകയെന്നും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നും നമ്മുടെ മാതൃകയായി നാം സ്വീകരിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതികളാണെന്നും അതാണ് ശാശ്വത വിജയത്തിന് നമ്മളെ സഹായിക്കുക എന്നൊക്കെയുള്ള വ്യക്തമായ ശുദ്ധമായ ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും ഏതൊക്കെ പ്രതിബന്ധത്തിൻ്റെയും ഏതൊക്കെ പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിൽ ഹൃദയത്തിൽ ഏറ്റുപിടിച്ചുകൊണ്ട് നിലകൊള്ളുവാനാണ് ചെറുപ്പം തയ്യാറാവേണ്ടത്, യുവാക്കൾ തയ്യാറാവേണ്ടത്. അത്തരം ജീവിതം നയിക്കുകയും അതിന് വിരുദ്ധമായ ഒരുപക്ഷെ സാമ്പത്തിക രംഗത്ത് അതിക്രമങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം, തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാവാം, അന്യ സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകുന്നിടത്ത് പിഴവുകൾ സംഭവിക്കുന്നവരുണ്ടാവും. അത്തരം നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ പരിചയക്കാരെ, നമ്മുടെ ബന്ധങ്ങളിലുള്ളവർ അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റ് തിരുത്തി കൊടുക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുക. മറിച്ച് ആ തെറ്റിനെ ന്യായീകരിക്കുവാനും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനെ ലൈക്കുകളുടെയും ഷെയറുകളുടെയും കാലഘട്ടമാണല്ലോ. താൻ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിന് എത്ര ലൈക്ക് കിട്ടി എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗർവവും കിബിറും കടന്നു വരുന്ന എൻ്റെ പ്രവർത്തനത്തിന് ഇത്ര ഷെയറുകളുണ്ടെന്ന് പറഞ്ഞ് അതിൽ കിബിറും അഹങ്കാരവും അഹന്തതയും കടന്നു വരുന്ന ആധുനിക സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ തെറ്റുതിരുത്തി കൊടുക്കുവാൻ നരകത്തെപ്പറ്റി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലെല്ലാം തുടക്കത്തിൽ അതിൻ്റെ ഗ്രന്ഥകാരന്മാർ ആമുഖങ്ങളിൽ പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങളുടെ നന്മ കണ്ടുകൊണ്ട് നിങ്ങളെ പുകഴ്ത്തുന്നതല്ല,
നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ തെറ്റുകൾ കണ്ടുകൊണ്ട് ആ തെറ്റ് തിരുത്തുവാൻ ശ്രമിക്കുന്നവനെയാണ് നിങ്ങൾ ആത്മമിത്രമായി കാണേണ്ടത്. അതുകൊണ്ടാണ് നരകത്തെപ്പറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് ആ ഗ്രന്ഥകാരന്മാരെല്ലാം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. നാം ജീവിക്കുന്ന സമൂഹത്തിൽ തെറ്റുകൾ തിരുത്തി കൊടുക്കുവാനുള്ളവരായി നാം മാറേണ്ടതുണ്ട്. സ്വന്തം ജീവിതത്തിലെ തെറ്റുകൾ നാം തിരുത്തേണ്ടതുണ്ട്. ഇടപെടലുകളിൽ സഹജീവികളിൽ സ്നേഹങ്ങൾക്കിടയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതിൽ, വ്യക്തി ജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിൽ, കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്, വിശ്വാസ കാര്യങ്ങളിൽ തെറ്റായ കാര്യങ്ങളെ തിരുത്തുവാനും നന്മയാകുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും ആ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനും ഇനി തെറ്റ് തിരുത്താനും നന്മയുടെ വക്താവായി നിലനിൽക്കുവാനും കഴിയാതെ അക്രമത്തിൻ്റെയും അനീതിയുടെയും മാർഗത്തിൽ നിങ്ങളെ നശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ചെറുപ്പത്തിൻ്റെ മുമ്പിൽ ഉണ്ടായാലും മഹാന്മാരായ അഹ്ലുൽ കൗഫിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ച ദക്കിയാനൂസ് ചക്രവർത്തിയുടെയും സമൂഹത്തെയും തിരുത്താൻ കഴിയാതെ കണ്ടപ്പോൾ ആ തെറ്റിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളില്ലെന്ന് തീരുമാനിച്ച യുവാക്കളെങ്കിലുമായി തീരുവാനുള്ള പരിശ്രമമാണ് ഇന്നിന്റെ തലമുറയിൽ നിന്നുണ്ടാവേണ്ടത്. അത്തരം നന്മയാഗ്രഹിക്കുന്ന, ജീവിക്കുന്ന നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും സമുദായത്തിനും നന്മയാഗ്രഹിക്കുന്ന, അവരിൽ സത്യവും നീതിയും ധർമ്മവും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം ഒരു തലമുറ കടന്നു വരുമ്പോൾ നാട്ടിൽ ഒരുപാട് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. അതല്ലാതെ ഒഴുക്കുവെള്ളത്തിലെ ചപ്പുചവറുകളെ പോലെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കൂടെ ചപ്പുചവറുകളായി ചണ്ടികളായി ഒഴുകുവാൻ ആർക്കും കഴിയും. ആ ഒഴുക്കുവെള്ളത്തിനെതിരെ മാലിന്യങ്ങളാവാതെ, മുകളിലൂടെ ഒഴുകുന്ന മാലിന്യങ്ങളാവാതെ അതിശക്തമായ ഒഴുക്ക്, തിന്മയുടെ ഒഴുക്ക് വരുമ്പോൾ അരുതെന്ന് പറയാൻ ശബ്ദിക്കുവാൻ കഴിയുന്ന യുവത്വത്തിൻ്റെ ഉടമകളായി മാറുവാൻ നാം പരിശ്രമിക്കുക. നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കുക. നമ്മുടെ സഹോദരങ്ങളെ അതിന് പ്രേരിപ്പിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിന് പ്രേരിപ്പിക്കുക. നമ്മുടെ സുഹൃത്തുക്കളെ അതിന് പ്രേരിപ്പിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വീഴ്ചകൾ അവൻ മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.